ഈ അമേരിക്കയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് ഈ അമേരിക്കൻ ഭരണകൂടത്തെ, അത് ട്രംപ് ഭരണകൂടത്തിന് മുമ്പ് തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസയും അതിനായുള്ള ഇന്റർവ്യൂകളും ഒക്കെ നിർത്തിവെക്കുവാൻ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ലോകമെമ്പാടുമുള്ള US എംബസികൾക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഈ വിസയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്യുന്നതിനും അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപാടുകളിലൊക്കെ വിശദമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അത് വരുന്നിടം വരെയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് കിട്ടിയവർക്ക് ഇത് ബാധകമല്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അമേരിക്കൻ ക്യാമ്പസുകളിലെ ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ പാലസ്തീന അനുകൂല ആക്ടിവിസ്റ്റ് വിദ്യാർത്ഥികൾക്കുള്ള നിരവധി വിസകൾ നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഭരണകൂടം സമീപകാലങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തേക്ക് ആരൊക്കെയാണ് വരുന്നതെന്ന് പരിശോധിക്കുവാൻ ഒരു സംവിധാനം നിലവിൽ വരേണ്ടത് വളരെ ഗൗരവമുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണെന്നാണ് ഇന്ന് ഇതേപ്പറ്റി ഈ സ്റ്റുഡന്റ് വിസകളെ പറ്റിയൊക്കെ പ്രത്യേകം എടുത്തു ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് ടാമി ബൂസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, SKN അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യക്കാർക്കും അതുപോലെ മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും ട്രംപ് ഭരണകൂടത്തിന്റെ മറ്റൊരു മുന്നറിയിപ്പ് ഇന്നലെ എല്ലാ എംബസികളിലും വന്നതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി മുൻകൂട്ടി അറിയിക്കാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പതിവായി ക്ലാസുകൾ കട്ട് ചെയ്താൽ അയാളുടെ F1 അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ഉടനടി റദ്ദാക്കാമെന്ന് US ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ത്യയിലെ US എംബസിയാണ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്.